നമസ്കാരം. റിവറ്റ് ജോയിന്റുകളെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. നമുക്ക് ഈ സെഷൻ്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. റിവറ്റുകളും റിവറ്റുകളുടെ ഭാഗങ്ങളും നിർവചിക്കുക. വ്യത്യസ്ത തരം റിവറ്റുകൾക്ക് പേര് നൽകുകയും അവയുടെ ഉപയോഗങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുക. റിവറ്റിംഗ് പ്രക്രിയക്കായി നിയമങ്ങളും ഫോർമുലകളും പിന്തുടരുക. റിവേറ്റഡ് ജോയിൻറ്റുകളുടെ വ്യത്യസ്ത തരങ്ങളും സവിശേഷതകളും പ്രസ്താവിക്കുക. ചെയിൻ റിവറ്റിങ്ങും സിഗ്സാഗ് റിവറ്റിങ്ങും തമ്മിൽ വേർതിരിക്കുക. ജോയിൻറ്റിനെ അടിസ്ഥാനമാക്കി റിവറ്റ് അനുപാതങ്ങൾ നിർണ്ണയിക്കുക. ചെയിൻ സിഗ്സാഗ് റിവറ്റുകളിൽ റിവറ്റുകളുടെ അകലത്തിനായുള്ള ലേഔട്ട് വരയ്ക്കുക. രണ്ടോ അതിലധികമോ മെറ്റൽ ഷീറ്റുകൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥിരമായ മെക്കാനിക്കൽ ഫാസനറാണ് റിവറ്റ്. ഷീറ്റ് മെറ്റൽ വർക്കിൽ റിവറ്റിംഗ് എവിടെയാണ് ചെയ്യുന്നത്? ബ്രേസിംഗ് അനുയോജ്യമല്ല. വെൽഡിംഗ് ചൂട് കാരണം ഘടന മാറുന്നു. കൂടാതെ വെൽഡിംഗ് മൂലമുണ്ടാകുന്ന വികലത എളുപ്പത്തിൽ നീക്കം ചെയ്യാനാവില്ല. വിവിധ ആകൃതിയിലുള്ള ഹെഡുകളുള്ള സിലിണ്ടറിക്കൽ റോഡുകളാണ് റിവറ്റുകൾ. ലോ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ മൈൽഡ് സ്റ്റീൽ, ബ്രാസ്, ചെമ്പ്, അലൂമിനിയം, അവയുടെ ലോഹസങ്കരങ്ങൾ എന്നിവ കൊണ്ടാണ് റിവറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് റിവറ്റുകളുടെ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. റിവറ്റുകൾക്ക് ഇനി പറയുന്ന ഭാഗങ്ങളുണ്ട്: ഹെഡ്, ഡയാമീറ്റർ, ലെങ്ത്. ഇവയെക്കുറിച്ച് ഓരോന്നായി പഠിക്കാം. ഹെഡ്, ഇത് റിവറ്റിൻ്റെ മുകൾ ഭാഗമാണ്. റിവറ്റ് ചെയ്യാനുള്ള വർക്ക് പീസിൻ്റെ ഉദ്ദേശിച്ച ഉപയോഗത്തിനനുസരിച്ച് റിവറ്റ് ഹെഡിൻ്റെ ആകൃതി തിരഞ്ഞെടുക്കണം. വ്യാസം, റിവറ്റ് വൃത്താകൃതിയിലുള്ള ക്രോസ് സെക്ഷനാണ്. അതിൽ ജോയിൻറ്റിൻ്റെ ആവശ്യമായ ശക്തിയെ ആശ്രയിച്ച് റോഡിൻ്റെ വ്യാസം തിരഞ്ഞെടുക്കണം. റിവറ്റ് ചെയ്യേണ്ട ഘടകങ്ങളുടെ കനം അനുസരിച്ച് നീളം തിരഞ്ഞെടുക്കണം. നീളം റിവറ്റിൻ്റെ ബോഡിയും ടെയിൽ പാർട്ടും രണ്ടും ഉൾക്കൊള്ളുന്നു. റിവറ്റുകളുടെ തരങ്ങളെയും ഉപയോഗങ്ങളെയും കുറിച്ച് നമുക്ക് പഠിക്കാം. വിവിധതരം റിവറ്റുകൾ ഇവയാണ്: സ്നാപ്പ് ഹെഡ് റിവറ്റ്, പാൻ ഹെഡ്, കോണിക്കൽ ഹെഡ്, കൗണ്ടർ സങ്ക് ഹെഡ്, ബൈഫർക്കേറ്റഡ് റിവറ്റ്. ഇവ ഓരോന്നും ഓരോന്നായി പഠിക്കാം. സ്നാപ്പ് ഹെഡ്, ഇത് ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന രൂപമാണ്. ഇത് വളരെ ശക്തമായ ജോയിൻറ്റ് നൽകുന്നു. പാൻ ഹെഡ്, ഇത് ഹെവി സ്ട്രക്ചറൽ വർക്കുകൾക്ക് ഉപയോഗിക്കുന്നു. കോണിക്കൽ ഹെഡ്, ഇത് ഹാൻഡ് ഹാമറിങ്ങിലൂടെ റിവറ്റിംഗ് നടത്തുന്ന ലൈറ്റ് അസംബ്ലിയിൽ ഉപയോഗിക്കുന്നു. കൗണ്ടർ സങ്ക് ഹെഡ്, റിവറ്റ് ഹെഡിൻ്റെ പ്രൊജക്ഷൻ ഒഴിവാക്കേണ്ട ഇടത്താണ് ഇത് ഉപയോഗിക്കുന്നത്. ബൈഫർക്കേറ്റഡ് ഹെഡ്, ഭാരം കുറഞ്ഞ ഭാഗങ്ങൾ ഉറപ്പിക്കുന്നതിന് ഇത്തരത്തിലുള്ള റിവറ്റ് ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ടിൻ പ്ലേറ്റുകൾ, തുകൽ, പ്ലാസ്റ്റിക് മുതലായവ. ബക്കറ്റുകൾ, സ്റ്റീൽ ബോക്സുകൾ,
എയർ കണ്ടീഷനിംഗ് ഡക്റ്റുകൾ എന്നിവയുടെ നിർമ്മാണം പോലെയുള്ള ലൈറ്റ് ഷീറ്റ് മെറ്റൽ വർക്കുകളിൽ ഫ്ലാറ്റ് ഹെഡ് ഉപയോഗിക്കുന്നു. ബോയിലറുകൾ, പാലങ്ങൾ, കപ്പൽ നിർമ്മാണം, സ്ട്രക്ചറൽ സ്റ്റീൽ ജോലികൾ എന്നിങ്ങനെയുള്ള ഫാബ്രിക്കേഷൻ ജോലികളിൽ മെറ്റൽ ഷീറ്റുകളും പ്ലേറ്റുകളും ഘടിപ്പിക്കുന്നതിന് റിവറ്റുകൾ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് റിവറ്റിംഗ് പ്രക്രിയയെക്കുറിച്ച് പഠിക്കാം. രണ്ടോ അതിലധികമോ ലോഹ ഷീറ്റുകളുടെ സ്ഥിരമായ സന്ധികൾ ഉണ്ടാക്കുന്ന രീതിയാണ് റിവറ്റിംഗ്. ബന്ധിപ്പിക്കേണ്ട റിവറ്റുകളുടെയും ഷീറ്റുകളുടെയും മെറ്റീരിയൽ ഒന്നുതന്നെ ആയിരിക്കണം. റിവറ്റഡ് ജോയിന്റുകളുടെ തരങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം. റിവറ്റഡ് ജോയിന്റുകളുടെ വർഗീകരണം ഇപ്രകാരമാണ്: ലാപ്പ് ജോയിന്റ്, ബട്ട് ജോയിൻറ്റ്സ്. ലാപ്പ് ജോയിന്റുകളെ ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നു: സിംഗിൾ റിവറ്റഡ് ജോയിൻറ്റ്സ്, ഡബിൾ റിവറ്റഡ് ജോയിൻറ്റ്സ്. ഡബിൾ റിവറ്റഡ് ജോയിന്റുകളെ ചെയിൻ, സിഗ്സാഗ് എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ബട്ട് ജോയിന്റുകൾ ഇപ്രകാരം തിരിച്ചിരിക്കുന്നു: സിംഗിൾ സ്ട്രാപ്പ് ജോയിൻറ്റ്സ്, ഡബിൾ സ്ട്രാപ്പ് ജോയിൻറ്റ്സ്. അതായത് ചെയിൻ റിവറ്റിനൊപ്പം. സിംഗിൾ സ്ട്രാപ്പ് ജോയിന്റുകൾ ഡബിൾ റിവറ്റഡ്, ഇത് ചെയിൻ റിവറ്റഡ് അല്ലെങ്കിൽ സിഗ്സാഗ് റിവറ്റഡ് എന്ന് തരംതിരിച്ചിരിക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന ജോയിന്റുകൾ ഇവയാണ്: സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ്, ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ്, സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്, ഡബിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റ്. സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റിനെ കുറിച്ച് ഇപ്പോൾ പഠിക്കാം. സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റ് ഏറ്റവും ലളിതവും ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്നതുമായ ജോയിന്റാണ്. സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിന്റിൽ പ്ലേറ്റുകൾ അറ്റത്ത് ഓവർലാപ്പ് ചെയ്യുകയും ഈ ലാപ്പിൽ ഒറ്റവരി റിവറ്റുകൾ റിവറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി ഡബിൾ റിവറ്റഡ് ചെയിൻ ലാപ്പ് ജോയിന്റിനെ കുറിച്ച് പഠിക്കാം. ഇത്തരത്തിലുള്ള ജോയിന്റിന് 2 വരി റിവറ്റുകൾ ഉണ്ടാകും. ഓവർലാപ്പ് 2 വരി റിവറ്റുകൾ ഉൾക്കൊള്ളാൻ പര്യാപ്തമാണ്. റിവറ്റുകൾ ഒരു ചതുര രൂപത്തിലാണ് പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡബിൾ റിവറ്റഡ് അഥവാ സിക്സാഗ് ലാപ്പ് ജോയിന്റിനെ കുറിച്ച് പഠിക്കാം. സിംഗിൾ ലാപ്പ് ജോയിന്റിനേക്കാൾ ശക്തമായ ജോയിന്റ് ഇത് നൽകുന്നു. റിവറ്റുകൾ ഒരു ത്രികോണ രൂപത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനാൽ സിഗ്സാഗ് റിവറ്റിംഗ് എന്നാണ് പേര്. ഘടകങ്ങളുടെ അരികുകൾ റിവറ്റിംഗ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു തരം ജോയിൻ്റാണ് ഒരു ബട്ട് ജോയിൻ്റ്. ഘടകങ്ങളുടെ അരികുകൾ ഒരുമിച്ച് ഹോൾഡ് ചെയ്യാൻ സ്ട്രാപ്പ് എന്ന പ്രത്യേക മെറ്റൽ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് സിംഗിൾ സ്ട്രാപ്പ്, സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിൻ്റ് എന്നിവയെക്കുറിച്ച് പഠിക്കാം. ഘടകങ്ങളുടെ അരികുകൾ റിവറ്റിങ്ങിലൂടെ കൂട്ടിച്ചേർക്കേണ്ട സന്ദർഭങ്ങളിൽ ഈ രീതി ഉപയോഗിക്കുന്നു. ഓരോ ഷീറ്റിനും ഇരുവശത്തും ഒരു ചെയിൻ പോലെ ക്രമീകരിച്ചിരിക്കുന്ന ഒരൊറ്റ വരി റിവറ്റുണ്ട്. സ്ട്രാപ്പ് T1ൻ്റെ കനം ചേരുന്ന പ്ലേറ്റുകളുടെ കനം 1.125 മടങ്ങ് കൂടുതലാണ്. ഇനി നമുക്ക് ഡബിൾ സ്ട്രാപ്പ് സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിന്റിനെ കുറിച്ച് പഠിക്കാം. ഇത് സിംഗിൾ സ്ട്രാപ്പ് ബട്ട് ജോയിന്റിനേക്കാൾ ശക്തമാണ്. ഈ ജോയിന്റിന് അസംബിൾ ചെയ്യേണ്ട ഘടകങ്ങളുടെ ഇരുവശത്തും സ്ഥാപിച്ചിരിക്കുന്ന 2 സ്ട്രാപ്പുകൾ ഉണ്ട്. സ്ട്രാപ്പ് T2ൻ്റെ കനം ചേരുന്ന പ്ലേറ്റുകളുടെ കനം 0.75 മടങ്ങ് കൂടുതലാണ്. ഇനി നമുക്ക് ഡബിൾ സ്ട്രാപ്പ് ഡബിൾ റിവറ്റഡ് ബട്ട് ജോയിന്റിനെ കുറിച്ച് പഠിക്കാം.
ഇത്തരത്തിലുള്ള ജോയിൻറ്റിൽ ഷീറ്റുകൾ കൂട്ടിച്ചേർക്കാൻ 2 സ്ട്രാപ്പുകൾ ഉപയോഗിക്കുന്നു. ഡബിൾ സ്ട്രാപ്പ്, ഡബിൾ റിവറ്റ്, ചെയിൻ ബട്ട് ജോയിൻറ്റ് എന്നിവയിൽ ഓരോ ഷീറ്റിനും ഒരു ചെയിൻ ക്രമീകരണത്തിൽ 2 വരി റിവറ്റുകൾ ഉണ്ട്. ഡബിൾ സ്ട്രാപ്പ്, ഡബിൾ റിവറ്റ്, സിഗ്സാഗ് ബട്ട് ജോയിൻറ്റ് എന്നിവയിൽ ഓരോ ഷീറ്റിനും ഒരു സിഗ്സാഗ് ക്രമീകരണത്തിൽ 2 വരി റിവറ്റുകൾ ഉണ്ട്. ലാപ്പ്, ബട്ട് ജോയിൻറ്റുകൾക്കുള്ള ലേഔട്ട് സ്പേസിങ്ങിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ പഠിക്കാം. സിംഗിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റിൽ എഡ്ജിൽ നിന്നുള്ള റിവറ്റ് ലൈനിൻ്റെ ദൂരം 2D ആണ്. എഡ്ജിൽ നിന്നുള്ള ആദ്യത്തെ റിവറ്റിൻ്റെ ദൂരം 2D ആണ്. പിച്ച് എന്നറിയപ്പെടുന്ന 2 റിവറ്റുകൾ തമ്മിലുള്ള ദൂരം 3D ആണ്. ഡബിൾ റിവറ്റഡ് ലാപ്പ് ജോയിൻറ്റിൽ 2 റിവറ്റുകൾ തമ്മിലുള്ള അകലം 3D ആണ്. സിംഗിൾ അല്ലെങ്കിൽ ഡബിൾ സ്ട്രാപ്പ്, സിംഗിൾ റിവറ്റഡ് ബട്ട് ജോയിൻറ്റിൽ സ്ട്രാപ്പിൻ്റെ വീതി ഇനി പറയുന്ന രീതിയിൽ കണക്കാക്കുന്നു. 4D + 4D = 8D. എഡ്ജിൽ നിന്നുള്ള റിവറ്റ് ലൈനിൻ്റെ ദൂരം 2D ആണ്. എഡ്ജിൽ നിന്നുള്ള ആദ്യത്തെ റിവറ്റിൻ്റെ ദൂരം 2D ആണ്. പിച്ച് എന്നറിയപ്പെടുന്ന 2 റിവറ്റുകൾ തമ്മിലുള്ള ദൂരം 3D ആണ്. ഡബിൾ സ്ട്രാപ്പ്, ഡബിൾ റിവറ്റഡ് ജോയിൻറ്റിൽ ചെയിൻ, സിഗ്സാഗ് ക്രമീകരണങ്ങൾ രണ്ടിലും റിവറ്റുകൾ തമ്മിലുള്ള ദൂരം 3D ആണ്. ഒരിക്കൽ കൂടി നമ്മൾ പഠിച്ചത് റിവറ്റുകളും റിവറ്റുകളുടെ ഭാഗങ്ങളും നിർവചിക്കുക, വ്യത്യസ്ത തരം റിവറ്റുകൾക്ക് പേര് നൽകുകയും അവയുടെ ഉപയോഗങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുക, റിവറ്റിംഗ് പ്രക്രിയക്കായി നിയമങ്ങളും ഫോർമുലകളും പിന്തുടരുക, റിവറ്റഡ് ജോയിൻറ്റുകളുടെ വ്യത്യസ്ത തരങ്ങളും സവിശേഷതകളും പ്രസ്താവിക്കുക, ചെയിൻ റിവറ്റിങ്ങും സിഗ്സാഗ് റിവറ്റിങ്ങും തമ്മിൽ വേർതിരിക്കുക, ജോയിൻറ്റിനെ അടിസ്ഥാനമാക്കി റിവറ്റ് അനുപാതങ്ങൾ നിർണ്ണയിക്കുക, ചെയിൻ സിഗ്സാഗ് റിവറ്റിങ്ങുകളിൽ റിവറ്റുകളുടെ അകലത്തിനായുള്ള ലേഔട്ട് വരയ്ക്കുക. അപ്പോൾ റിവറ്റ് ജോയിൻറ്റുകളെക്കുറിച്ച് ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങളെല്ലാ ആശയങ്ങളും മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.